അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി അവനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിതത്തിലുടനീളം നിഷ്ഠയോടുകൂടി കഴിഞ്ഞുകൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിന്റെ പേരിൽ ജീവിച്ചിരിക്കുവാനും അമലുകളിൽ വ്യാപൃതരാകുവാനും ഒക്കെ നമുക്ക് അവസരം ലഭിച്ചിരിക്കുക. ഈ മാസത്തിന്റെ മാഹാത്മ്യം പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെ ഒട്ടേറെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസത്തിന്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലങ്ങളും എത്രത്തോളം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ട സമയമാണ്, ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ മാസത്തിന്റെ നല്ല നേരങ്ങളെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തി ജീവിതത്തെ ധന്യമാക്കുകയും സ്വർഗം പോവുകയും ചെയ്ത നമ്മുടെ മുന്നോറുകൾ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട്, അവരുടെ വഴികൾ പിന്തുടർന്നുകൊണ്ട് നമുക്കും സ്വർഗത്തിൽ എത്തിപ്പെടേണ്ടതുണ്ട്, നമുക്കും സ്വർഗം കരസ്ഥമാക്കേണ്ടതുണ്ട്. സ്വർഗത്തെ ചോദിക്കുവാനും നരകത്തെ അതിൽ നിന്ന് കാവൽ തേടുവാനും അധികമായി നമ്മളോട് കൽപ്പിക്കപ്പെട്ട ഒരു മാസമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും ചിന്തകളും ചെയ്തികളുമെല്ലാം നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന തരത്തിലായിത്തീരണമെന്നാണ് ഈ പറഞ്ഞ എല്ലാ മഹത്വങ്ങളുടെയും അടിസ്ഥാനപരമായ ഉദ്ദേശം. നമ്മുടെ ജീവിതത്തിൽ നരകത്തിൽ പോകാൻ സാധ്യതയുള്ള ഒരു കർമ്മങ്ങളും ഉണ്ടാകരുത്, ഒരു ചെയ്തികളും ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, ഒരു ചിന്തകൾ പോലും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരരുത്. സ്വർഗത്തെ നിങ്ങൾ അധികമായി ചോദിക്കണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ ചോദ്യം കൊണ്ട് ഏതൊന്നാണോ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അപ്രകാരം നമുക്കായിത്തീരാൻ സാധിക്കണം. നരകത്തിൽ നിന്ന് മോചനം തേടുന്നതിനെ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ താൽക്കാലികമാണ്, കുറച്ചു കാലത്തേക്കുള്ളതാണ്. ഈ ജീവിതത്തിന് ശേഷം വരാൻ പോകുന്ന പരലോകം, അതാണ് യഥാർത്ഥത്തിൽ ജീവിതമായി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയണം, അവിടെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയണം. ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമുക്ക് പവിത്രമായ ഒരു മാസത്തെ തന്നത്. പണ്ഡിത വിഭാഗം ഇപ്രകാരം പറഞ്ഞതായി കിതാബുകളിൽ വായിക്കാൻ കഴിയും. നമ്മൾ ഇഹലോകത്ത് ജീവിക്കുന്നത് എത്ര വർഷമാണെന്ന് ആലോചിക്കുകയും ആ വർഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കുകയും ചെയ്യണം. അതുപോലെ പരലോകത്ത് നമ്മൾ എത്ര വർഷമാണ് ജീവിക്കുന്നത് എന്ന് അറിയുകയും അവിടത്തേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കുകയും വേണം. അതാണ് ബുദ്ധിമാൻ. ഇവിടെ നമ്മൾ എത്ര വർഷമാണോ താമസിക്കുന്നത്, അതിനനുസൃതമായ നിലയിൽ നമ്മൾ ജീവിതത്തെയും ജീവിത പദ്ധതികളെയും ഒക്കെ ആവിഷ്കരിക്കണം, കണക്കുകൂട്ടണം. അതുപോലെ പരലോകത്ത് നമുക്ക് എത്ര വർഷമാണോ താമസിക്കാനുള്ളത്, ജീവിക്കാനുള്ളത്, അതിനനുസരിച്ചിട്ട് അവിടത്തേക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. പക്ഷെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ നമ്മുടെ മുമ്പിൽ ക്ഷണികമായ നിലയിൽ
കാണപ്പെടുന്ന ഈ ഭൗതികമായ ജീവിതത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ തന്നെ മുഴുകുകയും അതിൽ തന്നെ നമ്മളുടെ ബുദ്ധിയും ആയുസ്സും പാഴായിക്കൊണ്ടേയിരിക്കുകയാണ്. ആഖിറ, വരാൻ പോകുന്ന ആഖിറത്തെ സംബന്ധിച്ചിട്ടുള്ള ചിന്ത പോലും നമുക്കില്ല. നമ്മളത് വിട്ടുകളയുകയാണ്. സാധാരണഗതിയിൽ ഖുത്ബ നിർവഹിച്ചതിന് ശേഷം നമ്മൾ ജുമുഅയുടെ 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഓതുന്നത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്താണ്. അതിനുശേഷം നമ്മൾ ഓതുന്നത് ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന അധ്യായമാണ്. ഇത് പതിവായ നിലയിൽ പണ്ടേ നമ്മൾ ഓതി വരുന്ന 2 സൂറത്തുകളാണ്. ജുമാ ദിവസത്തിൽ ഖുത്ബയുടെ പ്രസംഗത്തിന്റെ ഭാഷയിൽ നമുക്ക് നൽകപ്പെടുന്ന ഉപദേശത്തിന്റെ ആകസാരം പരിശോധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ സംഗതി തന്നെയാണ്. ദുനിയാവിന്റെ ജീവിതം താൽക്കാലികമാണ്, ക്ഷണികമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തണം. പരലോകം ഒരിക്കലും അവസാനിക്കാത്തതാണ്. ആ പരലോകത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നാണ് പറയാറുള്ളത്. പ്രസംഗത്തിന്റെ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ അറബി ഭാഷയിൽ നമ്മൾ കേൾക്കുന്ന ആ സന്ദേശത്തെ അതിനുശേഷം കൈകെട്ടി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങളിലൂടെ വീണ്ടും നമ്മൾ ഓതി കേൾക്കുകയാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ടും ഈ പറഞ്ഞതൊക്കെ പ്രസംഗിച്ചിട്ടും പിന്നെയും നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു, ദുനിയാവിന് മുൻഗണന നൽകുന്നു. ഭൗതിക ജീവിതത്തിന്റെയും അതിന്റെ സുഖത്തിന്റെയും പിന്നാലെ നിങ്ങൾ പായുന്നു. ആഖിറത്തെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, യഥാർത്ഥത്തിൽ ആഖിറമാണ്, പരലോകമാണ്, മരണാനന്തരമാണ് എന്നെന്നും അവശേഷിക്കുന്ന നിലയിൽ അള്ളാഹു നിങ്ങൾക്കൊരു ജീവിതത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് എപ്പോഴും ബാക്കിയുണ്ടാവുക, എന്നും ബാക്കിയുണ്ടാവുക. ഇത് ഇന്നല്ലെങ്കിൽ പിന്നെ അങ്ങ് അവസാനിച്ചു പോകാനുള്ളതാണ്. ഫദക്കിർ ഇന്ന ഫഅത്തിൽ ദിക്റ, അല്ലാഹു പറയാ, ഫദക്കിർ ഇന്ന ഫഅത്തിൽ ദിക്റ. ഈ കാര്യത്തെ നിങ്ങൾ പരസ്പരം ഓർമ്മപ്പെടുത്തണം, ഉണർത്തണം. കാരണം മറന്നു പോകാൻ സാധ്യതയുണ്ട്. മറന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ. അൽഹാകുമുത് തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ അൽഹാകുമുത് തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ആളുകൾ ജീവിതത്തിന്റെ തിരക്കിൽപ്പെട്ട് ഭൗതികമായ വിഭവങ്ങളെ വാരിക്കൂട്ടുന്ന വെപ്രാളത്തിൽ ഈ വസ്തുതയെ മറന്നു കളയുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ, അവരവരുടെ മരണമാസന്നമാവുകയും ഖബർ സന്ദർശിക്കേണ്ടി വരികയും അഥവാ ഖബറിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നത് വരെ അവർക്ക് തിരക്കിന്റെ ഇടയിൽ ഒന്നും ഓർക്കാൻ സമയമുണ്ടാവുകയില്ല. കല്ലാ സൗഫ തഅലമൂൻ, കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ശരിക്കും അങ്ങനെയല്ല കാര്യം. ഈ കാണുന്ന ഭൗതികമായ ജീവിതത്തിന്റെ പിന്നാലെ നമ്മൾ നെട്ടോട്ടം ഓടി 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 എവിടെങ്കിലും വെച്ച് അവസാനിക്കുമ്പോഴാണ്, ഖബർ സന്ദർശിക്കാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക. തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവിടെ നേർക്ക് നേരെ നമുക്ക് കണ്ടറിയാൻ കഴിയും, അനുഭവിച്ചറിയാൻ കഴിയും. ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. അവിടെ നിങ്ങൾക്ക് നരകം കാണാൻ കഴിയും. ഇന്ന് ഏതൊരു നരകത്തെ കുറിച്ചിട്ടാണോ നമുക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്നത്, ഏതൊരു ശിക്ഷയെ സംബന്ധിച്ചിട്ടാണോ നമുക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്നത്, അതിന്ന് കേൾക്കുന്നത് വാക്കുകളിലൂടെയാണെങ്കിൽ അവിടെ അന്ന് നമുക്ക് നേർക്ക് നേരെ അനുഭവിക്കാൻ കഴിയും. ലതറവുന്നഹ ഐനൽ യഖീൻ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ല വകഫർ. രണ്ടാമത്തെ റക്അത്ത് നമ്മൾ ഓതുമ്പോഴും ഇതേ ആശയം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത്തരം വാക്കുകളിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്താൻ, ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്? മറന്നുപോകാൻ സാധ്യതയുള്ള മനുഷ്യന്റെ മനസ്സിന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുകളിലൂടെ ഉണർത്താനാണ് അള്ളാഹു. ഫദക്കിർ, നബിയെ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇന്നമാ അൻത മുദക്കിർ, ഇന്നമാ അൻത മുദക്കിർ. താങ്കൾ ഓർമ്മപ്പെടുത്താനായി നിയോഗിക്കപ്പെട്ടവരാണ്, ഉണർത്തുവാനായി നിയോഗിക്കപ്പെട്ടവരാണ്. ആളുകളെ ഈ വിഷയത്തിൽ ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ അൻസാരികളായ ചില സഹാബാക്കൾ വന്നു. എന്നിട്ട് തങ്ങളോട് ചോദിച്ചു, മൻ അഖ്യസുൻ നാസി യാ റസൂലല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ? നമ്മളൊക്കെ ബുദ്ധിമാന്മാരെ കുറിച്ചിട്ട് അറിയുന്നു, അന്വേഷിക്കുന്നു, അതുപോലെ ആകാൻ നമ്മൾ ആശിക്കുന്നു. നമ്മുടെ മക്കളൊക്കെ അതുപോലെ ആക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളെ തരപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നതിൽ നമ്മൾ വലിയ പ്രാധാന്യം നൽകുന്നത്. കാരണം ബുദ്ധിപരമായ നിലയിൽ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ, നമ്മളുടെ ഭാവിയെ നമ്മൾ ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ, നമ്മുടെ മക്കളുടെ ഭാവിയെ നമ്മൾ ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ വലിയ നഷ്ടം വരുമെന്നൊരു ബോധവും തിരിച്ചറിവും നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹാബാക്കൾ വന്ന് ചോദിക്കുന്നു, നബിയെ, യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം മറുപടി പറഞ്ഞു, അക്സറുഹും ദിക്റൻ ലിൽ മൗതി വസ്തിഅദാദൻ ലിൽ മൗതി ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഏറ്റവും കൂടുതൽ മരണത്തെ സംബന്ധിച്ചിട്ട് ഓർക്കുകയും ആ മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നത്, അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഭാഗ്യശാലികൾ എല്ലാ ഭാഗ്യവും കൊണ്ട് മുന്നേറിയിരിക്കുന്നു. ആ ഭാഗ്യശാലികൾ എല്ലാ നന്മകളും കൊണ്ട് മുന്നേറിയിരിക്കുന്നു. അവരാണ് ഭാഗ്യശാലികൾ. ആർക്കാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദ്ധിമാൻ ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചവരാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ പെണ്ണുങ്ങൾ, ഞങ്ങൾ സ്ത്രീകൾ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിഹാദിന് പോകാൻ കഴിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജിഹാദിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തിട്ട് അള്ളാഹുവിന് വേണ്ടി ഷഹാദത്ത് വരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. നബിയെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരാൾക്ക് അവനവന്റെ കിടപ്പറയിൽ അവനവന്റെ വിരിപ്പിൽ കിടന്നുകൊണ്ട് മരിക്കുകയും എന്നാൽ ഷഹാദത്തിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടോ നബിയെ എന്ന് ചോദിക്കാം. വളരെ നല്ലൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരാൾക്ക് അവനവന്റെ വിരിപ്പിൽ കടന്നുകൊണ്ട് മരിക്കാൻ ഇടവരുകയും എന്നാൽ ഷഹാദത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടുകയും ചെയ്യാൻ സാധ്യതയുണ്ടോ നബിയെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട്. ആരാണത്? ആർക്കാണത്? അവിടുന്ന് പറഞ്ഞു, ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് 25 അല്ലെങ്കിൽ 27 പ്രാവശ്യം അല്ലാഹുമ്മ ബാരിക് ലി ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത് എന്ന് ദുആ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവന് വീട്ടിൽ കടന്ന് മരിച്ചാലും അവന് ഷഹാദത്ത് വരിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ബാരിക് ലി ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്. അല്ലാഹുമ്മ ബാരിക് ലി ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്. അല്ലാഹുവേ, എനിക്ക് എന്റെ മരണത്തിൽ നീ ഐശ്വര്യം ചെയ്യണേ, ബറക്കത്ത് ചെയ്യണേ എന്നാണ്. എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ നമ്മൾ ദ്വാരക്കാറുണ്ട്. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് ദ്വാരക്കാറുണ്ട്. ഭാര്യാസന്താനങ്ങളിൽ ബറക്കത്ത് തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ബുദ്ധിമാൻ, പരലോകത്തേക്ക് വേണ്ടിയുള്ള അവന്റെ സമ്പാദ്യത്തെ ഉയർന്ന നിലയിൽ സംഭരിക്കുന്നവനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ജീവിതത്തിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 25 27 പ്രാവശ്യം അല്ലാഹുമ്മ ബാരിക് ലി ഫിൽ മൗതി, എന്റെ മരണത്തിൽ നീ എനിക്ക് ബറക്കത്ത് തരണേ എന്ന് ദ്വാരക്കാർ. എന്റെ മരണത്തിൽ എനിക്ക് നീ ബറക്കത്ത് തരണേ, ഐശ്വര്യം തരണേ, മരണശേഷമുള്ള കാര്യങ്ങളിലും നീ എനിക്ക് ഐശ്വര്യം ചെയ്യണമേ എന്ന് ദുആ ചെയ്യാൻ കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിൽ കടന്ന് മരിച്ചാലും അവന് ഷഹാദത്തിന്റെ ഭാഗ്യം കിട്ടുമെന്ന് പഠിപ്പിച്ചു. എന്താ കാര്യം? ഒരു ദിവസത്തിൽ 25 27 പ്രാവശ്യം ഓർമ്മയോടുകൂടി ഈ ദുആ ചെയ്യുന്ന ഒരടിമയുടെ മനസ്സിൽ ഞാൻ മരിക്കുമെന്ന ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ പ്രിയപ്പെട്ടവരെ. ഞാൻ മരിക്കുമെന്നൊരു ഓർമ്മ ഉണ്ടാവും. ഞാൻ മരിക്കുമെന്ന ഓർമ്മയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണാനന്തരത്തിലേക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കും, തയ്യാറെടുപ്പുകൾ നടത്തും. അവന്റെ ജീവിതത്തിൽ അവന് ഗഫലത്ത് വരികയില്ല, അശ്രദ്ധയൊന്നും വരികയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തിലേക്കാണ്? നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തിലേക്കാണ്? ഒരാള് ബസ്സിൽ കയറി. എന്തിനാണ് ബസ്സിൽ കയറിയത് എന്ന് ചോദിച്ചാൽ അവന്റെ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഇറങ്ങാൻ വേണ്ടിയാണ് ബസ്സിൽ കയറുന്നത്. ഒരാൾ ട്രെയിനിൽ കയറി, ഒരാൾ പ്ലെയിനിൽ കയറി, ഒരാൾ കപ്പലിൽ കയറി. എന്തിനാണ് കപ്പലിൽ കയറിയത്? എന്തിനാണ് പ്ലെയിനിൽ കയറിയത്? ഏതെങ്കിലും മണ്ടൻ, ഏതെങ്കിലും വിഡ്ഢി പറയോ അവൻ കപ്പലിൽ സ്ഥിരം താമസിക്കാനാണ് കയറിയത്, പ്ലെയിനിൽ സ്ഥിരം താമസിക്കാനാണ്? സാധാരണ ലളിതമായ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എന്തിനാണ് പ്ലെയിനിൽ കയറിയത്, ട്രെയിനിൽ കയറിയെന്ന് ചോദിച്ചാൽ സ്ഥലത്തെത്തുമ്പോൾ ഇറങ്ങാനാണ് കയറുന്നത്. കയറുന്നത് കയറാൻ വേണ്ടിയല്ല,
കയറുന്നത്, ഇറങ്ങാൻ വേണ്ടിയാണ്. ഈ ഭൗതിക ലോകത്തേക്ക് അള്ളാഹു നമ്മളെ നിശ്ചയിച്ച് നിയോഗിക്കുമ്പോൾ നമ്മളെ ഈ വാഹനത്തിൽ കയറ്റിയത് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക സ്ഥലം എത്തുമ്പോൾ അങ്ങ് ഇറങ്ങാൻ വേണ്ടിയാണ്, ഇറങ്ങാൻ വേണ്ടി കയറിയുന്നതാണ് ശരി. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പോകുന്ന സമയത്തെ നമുക്ക് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുന്ന് എപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത് എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റ് കൺഫേം ആക്കിയിട്ടാണ് ഭൂമിയിലേക്ക് അല്ലാഹു തആല നമ്മളെ നിയോഗിക്കാറുള്ളത്. വരുന്ന വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ തർത്തിബായിട്ടാണ് വരിക. വരുന്ന വിഷയത്തിൽ വാപ്പ ആദ്യം വരണം, പിന്നെ മകൻ മരണം, പിന്നെ മകന്റെ മകൻ വരണം. അങ്ങനെയാണ് വരുന്ന കാര്യത്തിൽ തർത്തീബുണ്ട്. എന്നാൽ പോകുന്ന കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ഒരു തർത്തീബ് ഉണ്ടാവില്ല. ചിലപ്പോൾ ആദ്യം ഉപ്പാപ്പ പോകുന്നതിന് പകരം ആദ്യം ചെറുമകൻ പോകും, പേരക്കിടാവ് പോകും, പിന്നെ മകൻ പോകും, പിന്നെ ഉപ്പാപ്പ പോകും. അങ്ങനെയൊക്കെയാണല്ലോ ഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് താൽക്കാലികമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കയറുന്ന ഒരു വാഹനത്തിന് സമാനമാണ്. എന്നൊക്കെ നമ്മൾ ഹദീസിൽ വായിക്കാറില്ലേ, കേൾക്കാറില്ലേ? ഒരു വഴിമുറിച്ച് കടക്കുന്നവനെ പോലെ, ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന മുസാഫിറിനെ പോലെ, യാത്രക്കാരനെ പോലെ ഭൂമിയിൽ കുറച്ചു കാലത്തേക്ക് നമ്മൾ ജീവിക്കുന്നു. പക്ഷെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ തിരക്ക് മുഖേന മറവി സംഭവിച്ചപ്പോൾ ഇതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുകയും ഇതിനു വേണ്ടി നമ്മുടെ ജീവിതവും ആയുസ്സും അധ്വാനവും ഒക്കെ നമ്മൾ ഇങ്ങനെ പാഴാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. പാഴാക്കിക്കൊണ്ടേയിരിക്കുക. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്. ഈ അബദ്ധത്തിൽ നിന്നും നമ്മളെ മോചിതരാക്കാനാണ് ഒരു കൊല്ലത്തിൽ ഒരു മാസക്കാലം അല്ലാഹു തആല നമുക്ക് നോമ്പ് നിയമമാക്കിയത്, നോമ്പ് നിർബന്ധമാക്കിയത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഹേ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. എവിടെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ഇരുന്നിട്ട് ഒറ്റയ്ക്കൊന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങൾക്ക് വേണ്ടി നാളെ ഉപകാരപ്പെടുന്ന തരത്തിൽ എന്താണ് ഒരു കൂട്ടി വെച്ചത്, എന്താണ് സമ്പാദിച്ചു വെച്ചത്? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന് ഒന്നിരുന്ന് ആലോചിക്കണമേ എന്ന് അള്ളാഹു പറയാം. ഈ ആലോചനയ്ക്ക് അവസരം ഒരുക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റമളാൻ മാസത്തിൽ ഇബാദത്തുകളിലായി നിർബന്ധിക്കുന്നത്. റമളാൻ മാസത്തിൽ നമ്മളെ പട്ടിണിക്കുന്നത് എന്തിനാണ്? ആഹാരപാനീയങ്ങളിൽ സുഖലോലുപതയിൽ ആ ആഹാരപാനീയങ്ങളും സുഖലോലുപതകളും സമ്പാദിച്ചുണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നതിന്റെ ഇടയിൽ ഇതൊന്നും ഓർക്കാൻ കഴിയാതെ പോയി. ഒരാള് വലിയൊരു ഭവനം ഉണ്ടാക്കി, മാളിക ഉണ്ടാക്കി, കൊട്ടാരമുണ്ടാക്കി. വലിയ മാളിക ഉണ്ടാക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത അഹങ്കാരം, കിബർ, നാട്ടുകാരിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലത്തെ ഒരു വല്ലാത്ത ഭവനം നിർമ്മിക്കണം, കൊട്ടാരം ഉണ്ടാക്കണം. എന്നിട്ടോ അതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു കുടിയിൽ കഴിക്കണം. എന്തിനാണ് സത്യത്തിൽ കുടിയിൽ കഴിക്കുന്നത്? ഞാൻ കെട്ടിയുണ്ടാക്കിയ ഈ ഭവനത്തിന്റെ ഗർവ് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണ്, ഹുങ്ക് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണ്, എന്റെ മഹത്വവും വലിപ്പവും നാട്ടുകാരെ അറിയിക്കാനാണ്. അയാൾ ആ നിലയിൽ താൻ പണിതുണ്ടാക്കിയ വലിയ കൊട്ടാരത്തിന്റെ നിർമ്മിതിയൊക്കെ പൂർത്തീകരിച്ചിട്ട് ഒരു ഉദ്ഘാടന ദിവസം നിശ്ചയിച്ചു. ഉദ്ഘാടനത്തിന്റെ അന്ന് വീട്ടിന്റെ നടുത്തളത്തിൽ ഒരു വലിയ സ്റ്റേജ് പണിഞ്ഞു. എന്നിട്ടോ വന്നുകൂടിയ ആളുകളെയൊക്കെ അദ്ദേഹം ഉയർന്ന നിലയിൽ സൽക്കരിച്ചത്. അവസാനം ഈ സ്റ്റേജിന്റെ അരികിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹം സ്റ്റേജിൽ കയറി ഉപവിഷ്ടനായി. എന്നിട്ട് നാട്ടുകാരോട്, കൂട്ടുകാരോട്, ജനങ്ങളോട് സംബോധന ചെയ്തുകൊണ്ട് തന്റെ വീടിന്റെ മഹാത്മ്യത്തെ പുകഴ്ത്തി പറയാം. അതിനായിട്ടൊരു സ്റ്റേജ് ഉണ്ടാക്കി, അതിനായിട്ടൊരു ഇരിപ്പിടം ഉണ്ടാക്കി. അയാൾ കയറിയുന്നുണ്ട്, എന്റെ ഇന്ന സാധനങ്ങൾ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇതിന്റെ ആർക്കിടെക്ട് സ്വീഡനിൽ നിന്ന് വന്നതാണ്, ഇതിനാൽ ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഫിറ്റിംഗ്സുകൾ വേണമെങ്കിൽ ചൈനയിൽ നിന്ന് വാങ്ങാമായിരുന്നു, പക്ഷേ ചൈനയിൽ നിന്ന് വാങ്ങുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ജപ്പാനിൽ നിന്ന് ഒറിജിനൽ വാങ്ങിയതാണ്. ആള് ഇങ്ങനെ തന്റെ വീട്ടിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചിട്ട് താൻ പണിതുണ്ടാക്കിയ ഭവനത്തെ പരിചയപ്പെടുത്തി അയാളുടെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതിനിടയിൽ വീട്ടുവാതിലിൽ ഒരാൾ വന്ന് മുട്ടി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കോളിംഗ് ബെല്ലടിച്ചു. വേലക്കാരൻ ഓടിപ്പോയിട്ട് ആരാണ് ഈ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ, കാണാൻ കൊള്ളാത്ത മനുഷ്യൻ, നീളക്കുപ്പായമിട്ട് നീണ്ട താടിയും മുടിയും ഒക്കെയായി ഒരാള്. എന്താ, നിന്റെ മുതലാളി ഒന്ന് കാണണം. ഈ സമയത്ത് മുതലാളിയെ കാണാൻ കഴിയില്ല, അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല, എനിക്ക് മുതലാളിയെ കണ്ടേ മതിയാവും, മുതലാളിയെ കാണണം.
വൃത്തിയും പറഞ്ഞ് ഈ സമയത്ത് മുതലാളിയെ വിളിക്കാൻ പോയാൽ എനിക്ക് ചീത്ത കൊള്ളും, അതുകൊണ്ട് മുതലാളിയെ വിളിക്കാൻ കഴിയില്ല. വിളിക്കടോ, നീ മുതലാളിയോട് പോയി പറയണം, ഒരു വയസ്സായ മനുഷ്യൻ പുറത്തു വന്ന് നിന്നെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്, നിർബന്ധമായും കണ്ടേ മതിയാവൂ എന്ന് പറയുന്നു. ആരാന്ന് ചോദിച്ചാൽ എന്റെ പേര് മലക്കുൽ മൗത്താണെന്ന് പറയണം, മലക്കുൽ മൗത്ത് വിളിക്കുന്നു എന്ന് പറയാം. പ്രിയപ്പെട്ടവർ, ഈ വൃത്യൻ അയാൾ അറിയില്ലല്ലോ ആരെയും മലക്കുൽ മൗത്ത്. അയാള് മുതലാളിയുടെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഒരാൾ പുറത്തു വന്നിട്ട് കാത്തു നിൽക്കുന്നുണ്ട്, കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്, നിങ്ങളെ കണ്ടേ തീരൂ എന്ന് പറയുന്നുണ്ട്. ആരാണെങ്കിൽ തൽക്കാലം ഇപ്പൊ പോവാൻ പറയും, പിന്നെ കാണാമെന്ന് പറയും, പറ്റൂല എന്നാ പറയും, ഇപ്പൊ തന്നെ കാണണം. ആരാണ് ആള്? അത് മലക്കുൽ മൗത്ത് എന്നാ പറയുന്നത്, മലക്കുൽ മൗത്ത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിൽ അനുവാദമൊന്നും ചോദിക്കാതെ, വാതിലൊന്നും തുറന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാതെ അകത്തേക്ക് കടന്നു വരുന്ന ആളായതുകൊണ്ട് ആ അതിഥി കടന്നു വന്നു, മുതലാളിയുടെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞോടോ, അഹങ്കാരത്തിന്റെയും കളികളുടെയും ഒക്കെ അവസാനമായി അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഞാൻ മലക്കുൽ മൗത്താണ്, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. കാതിൽ മന്ത്രിക്കേണ്ട താമസം ആ മനുഷ്യൻ കുഴഞ്ഞു വീണു മരിച്ചു. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് തരുമാറാക്കട്ടെ, ആഫിയത്ത് തരുമാറാക്കട്ടെ. ഇന്നലകളിലും മെനഞ്ഞാന്നുകളിലും ഒക്കെയായി നമ്മളുടെ ഇടയിൽ ഒട്ടനവധി ആളുകൾ കുഴഞ്ഞു വീണു മരിക്കുന്നു. അള്ളാഹു നമുക്ക് ദീർഘായുസ് തരുമാറാക്കട്ടെ, ആഫിയത്ത് തരുമാറാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പം ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ ഒന്നിച്ചിറങ്ങിയ പലരും ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വഴിയിൽ അവരുടെ സമയമായപ്പോൾ ഇറങ്ങുന്നു. നമ്മൾ കുറച്ചും കൂടെ സമയം ബാക്കി ഉള്ളതുകൊണ്ട് ഇങ്ങനെ യാത്ര നീണ്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യ വിഭാഗത്തിന്റെ മനസ്സിൽ ഇത്തരം ഒരു സാഹചര്യം വരാൻ പോകുന്നുണ്ട് എന്ന് മുൻകൂട്ടിയിട്ട് ബോധ്യപ്പെടുത്താൻ കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക. സ്മൂത്തായ നിലയിൽ ജീവിതത്തിന്റെ തിരക്കുകളിൽപ്പെട്ട് മനുഷ്യൻ ഇങ്ങനെ സർവ്വതും മറന്നു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും തലയിൽ കയറുകയേ ചെയ്യില്ല. എന്നാൽ അവന്റെ ആ ജീവിതത്തിന്റെ സ്മൂത്ത്നെസ് എവിടെയെങ്കിലും ഒന്ന് അവസാനിക്കുകയും കിട്ടുകടയെ ഒന്ന് കുലുങ്ങുകയും ചെയ്താൽ ഇതാ ദുഃഖത്തിൽ അത് ദക്കൻ ദക്ക. കുട്ടികള് അനുസരണക്കേടിന്റെ കടുപ്പം കൊണ്ട് എവിടെങ്കിലും ഓടി കളിക്കുമ്പോൾ നമ്മൾ പറയാറില്ല, മക്കളെ ഓടല്ലേ, വീണ കൈയും കാലും പൊടിയും പൊട്ടും, ചോര പോകും, പിന്നെ സ്റ്റിച്ച് ഇടേണ്ടി വരും, പ്ലാസ്റ്റർ ഇടേണ്ടി വരും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അത് പറയുമ്പോൾ മാതാപിതാക്കളോടും വയസ്സന്മാരോടും കുട്ടികൾക്കൊരു അവജ്ഞയാണ്, അവഗണനയാണ്. അവര് അതൊന്നും പരിഗണിക്കാതെ ധിക്കാരത്തോടുകൂടി ഓടും, ചാടും. അവസാനം പറഞ്ഞത് കേൾക്കാതെ എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണാൽ അവര് കരയും, ഒച്ച വെക്കും, ബഹളം വെക്കും. ഒച്ച വെക്കുമ്പോൾ അവര് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കുണ്ട്, ഇനി മേലാൽ ഞാൻ പറഞ്ഞാൽ കേട്ടോളാം, ഇനി മേലാൽ ഞാൻ പറഞ്ഞാൽ അനുസരിച്ചോളാം, ഇനി മേലാൽ ഞാൻ ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കൂല, കുസൃതി കാണിക്കില്ല. അള്ളാഹു പറയാണ്, കല്ലാ ഇദാ ബലഗതി തറാഖി കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഈ തിരക്കിന്റെ ഇടയിൽ ഒന്നും അറിയാതെ, ഓർക്കാതെ, മനസ്സിലാക്കാതെ, തിരിച്ചറിയാതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓട്ടത്തിന്റെ ഇടയിൽ ഒരു പിടുത്തം വരും. ഇതാ ബലഗത്തി തറാഖി, ഇതാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ഇതാ സുൽസിലത്തുൽ അർദു സിൽസാല. പല നിലയിലാകാം. അള്ളാഹു നമ്മളെയൊക്കെ ദീർഘായുസ് കൊണ്ട്, ആഫിയത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പിടിച്ചു കുലുക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ആ കുലുക്കം ചിലപ്പോൾ നമ്മുടെ നെഞ്ചിലുണ്ടാകുന്ന ഒരു വേദനയായി, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ തളർത്തി വീഴ്ത്തുന്ന ഒരു കുഴഞ്ഞു വീഴലായി, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കരളോ വൃക്കയോ ഒക്കെ പെട്ടെന്ന് പണിമുടക്കി. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പ്രസംഗത്തിൽ സാഹിത്യം പറഞ്ഞാൽ മതിയോ? നിങ്ങളതിങ്ങനെ കേട്ടിരുന്നാൽ മതിയോ? പറയാനുള്ളതാണോ ഇത്? അടുത്ത നിമിഷത്തിൽ എനിക്കെന്ത് സംഭവിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടറിയാൻ ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല. അതാണ് പ്രത്യേകത. അത് കണ്ടറിയാൻ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അവര് നമ്മളെ കുറിച്ചൊക്കെ പലതും പറയും. അത് അനുഭവിക്കാൻ നമ്മൾ വിധിക്കപ്പെടുമ്പോൾ അത് കണ്ടറിയാൻ നമുക്കറിയില്ല, നമുക്ക് സാധിക്കുകയില്ല. അതിനു മുമ്പ് അല്ലാഹു പറയാ, അതിനു മുമ്പ് ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ പിടിയും കയ്യിൽ നിന്ന് പോയി അവസാനം ആരോഗ്യപരമായി
സാമ്പത്തികമായി മാനസികമായി എല്ലാം ഒറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ലേ? ആ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ മനുഷ്യന് ബോധ്യം വരും. يومئذ يتذكر الإنسان وأنى له الذكرى يوم يتذكر الإنسان ما سعى. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് എന്തിനാ പറയുന്നത് പ്രിയപ്പെട്ടവരെ? അന്നേ ദിവസം, ആ സമയത്ത്, ആ നേരത്തെ നമുക്ക് ബോധ്യം വരും, ഓർമ്മ വരും, ശരിയാണല്ലോ എന്ന ധാരണയും ഉറപ്പും വരും. പക്ഷേ ആ സമയത്ത് ഓർത്തത് കൊണ്ട് എന്താ കാര്യം? ആ സമയത്ത് ഓർത്തത് കൊണ്ട് എന്താ കാര്യം? അവിടെ കടന്നുകൊണ്ട് ഇനി തിരിച്ചു വരാൻ കഴിയില്ല, പോക്ക് തന്നെ. അന്നഹുൽ ഫറാഖ് എന്ന് പറഞ്ഞാൽ ഇത് പോക്ക് തന്നെയാണ്, ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ബോധ്യം വരുമ്പോൾ, ഉറപ്പ് വരുമ്പോൾ, അവൻ വെപ്രാളത്തോടു കൂടി ഇങ്ങനെ മനസ്സുകൊണ്ട് മന്ത്രിക്കും. ഫലാ സദ്ദഖ വലാ സല്ലാ فلا صدق ولا صلى ولكن كذب وتولى ثم ذهب الى اهله يتمطى. നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിച്ചില്ല, സദഖ സക്കാത്തുകൾ കൊടുക്കേണ്ട സമയത്ത് അത് നിർവഹിച്ചില്ല, നന്മയിൽ വർദ്ധിക്കേണ്ട നേരത്ത് അതൊന്നും ചെയ്യാൻ അവസരം കിട്ടിയില്ല. ثم ذهب الى اهله يتمطى. ഞാൻ ലളിതമായ ഉദാഹരണത്തിൽ പറഞ്ഞില്ലേ, വാപ്പയും ഉമ്മയും മുതിർന്നവരും പറഞ്ഞപ്പോൾ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ധിക്കാരത്തോടു കൂടി കുടുംബത്തിന്റെ ഉള്ളിലേക്ക്, വീട്ടിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടങ്ങളിലേക്കൊക്കെ ഓടിക്കളിച്ചവർ അവസാനം മറിഞ്ഞു വീണപ്പോൾ പൊട്ടിക്കരയാണ്, വെപ്രാളം പിടിക്കുകയാണ്, ബേജാറാവുകയാണ്. ആ സമയത്ത് മലക്കുകളിലൂടെ അല്ലാഹു ആ അടിമയെ സംബോധന ചെയ്തുകൊണ്ട് പറയും, അങ്ങനെ വേണം. ഞാൻ പട്ടേ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. ഖുർആനായത്താണ്. ഭാഷ നമ്മളുടേതാണെങ്കിലും സാധാരണ ഉമ്മവാപ്പമാരുടെ വായിൽ നിന്നും നമ്മൾ കേൾക്കുന്ന വാക്കുകളായി നമുക്ക് തോന്നുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, രക്ഷിതാവ് അടിമകൾ അനുസരണക്കേടിന്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോൾ ഇനി അവനെ വിട്ടിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെടുന്നു. അഖ്രിജു അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂൻ. അഖ്രിജു അൻഫുസകും വൽ മലായികതു ബാസിതു ഐദീഹിം. ഇന്നലെ നമ്മൾ തറാവീഹ് നമസ്കാരത്തിൽ ഓതിക്കേട്ട വചനത്തിൽ വൽ മലായികതു ബാസിതു ഐദീഹിം, മനുഷ്യൻ അവന്റെ ആശ തീരാത്ത ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ നിന്നും നിർബന്ധിതനായി പടച്ചവന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അവൻ വരാൻ മടിക്കും, ഇറങ്ങാൻ മടിക്കും, അല്ലെ? മരിക്കാൻ ആളുകൾക്ക് ആർക്കാ ഇഷ്ടമുള്ളത്? ആളുകൾ മരിക്കാൻ മടിക്കുമ്പോൾ വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ മുതുകിലും മുഖത്തും ആഞ്ഞാഞ്ഞടിക്കും. അഖ്രിജു അൻഫുസകും, ഇറങ്ങടാ പുറത്ത് എന്ന് ആക്രോശിക്കും. ഖുർആൻ പറയുകയാണ്, ഇറങ്ങടാ പുറത്ത് എന്ന് ആക്രോശിക്കുമ്പോഴാണ് യതദക്കറുൽ ഇൻസാനു മാ സഅ, മനുഷ്യൻ അവന്റെ പ്രവർത്തന ഫലത്തെ മുന്നിൽ കാണുന്നത്, ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ഗുണവും ദോഷവും അവന്റെ മുമ്പിൽ കാണുന്നത്. ആ സമയത്ത് ഓർത്തത് കൊണ്ട് എന്ത് കാര്യം? ബോധ്യപ്പെട്ടത് കൊണ്ട് എന്ത് കാര്യം? മലക്കുകളുടെ ഭാഗത്ത് നിന്ന് പറയപ്പെടും, ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. അങ്ങനെ തന്നെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വേണം. കാരണം എത്ര നാളായി നിന്നോട് വഅദ് പറയുന്നു, എത്ര നാളായി നിന്നോട് നസീഹത്ത് ചെയ്യുന്നു, എത്ര നാളായി നിന്നെ നിർബന്ധിക്കുന്നു ദീനിന്റെ മാർഗത്തിലേക്ക്, പടച്ചവന്റെ വഴിയിലേക്ക്, നന്മയുടെ വഴിയിലേക്ക്. എന്തുകൊണ്ട് നിനക്ക് ഇതുവരെ ബോധ്യപ്പെട്ടില്ല? ഇനി അനുഭവിച്ചറിഞ്ഞോളൂ. ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. അപകടത്തിൽ പെട്ടതിന് ശേഷം കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് സഹായിക്കണേ എന്ന് പറയുന്ന അക്രമകാരികൾക്ക് ഒരു സഹായവും ഉണ്ടാവുകയില്ല. അനുസരണ എന്ന് പറയുന്നത് നല്ല കാലത്തായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ നമുക്ക് എന്തിനു തന്നു എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും അവസാനമായി വീണുപോകാൻ ഇടയുള്ള കുഴിയിൽ പെട്ടുപോയിട്ട് അവിടെ കിടന്നുകൊണ്ട് തിരുത്താൻ ആഗ്രഹിക്കുകയും നന്നാകാൻ ആഗ്രഹിക്കുകയും പക്ഷേ ഇനി ഒരിക്കലും നന്നാകാൻ കഴിയാത്ത രൂപത്തിൽ അപകടങ്ങളിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നതിന് മുമ്പ് ഒന്നിരുന്ന് ആലോചിക്കാനാണ് അല്ലാഹു തആല നമുക്ക് റമദാനിനെ നൽകിയത്. ഒന്നിരിക്കണം. പകൽ സാധാരണഗതിയിൽ നമ്മൾ രാവിലെ മുതൽ തുടങ്ങുന്ന ഭക്ഷണം, അന്നപാനീയങ്ങൾ, ജീവിതത്തിന്റെ ആവശ്യ പൂർത്തീകരണങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലായിട്ടാണല്ലോ നമ്മൾ കഴിഞ്ഞുകൂടാറുള്ളത്. അങ്ങനത്തെ തിരക്കുകളെല്ലാം ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതിന്റെ പേരിൽ ഫർളായ നിലയിൽ നോമ്പ് നമ്മൾ നിയത്ത് വെച്ചു. പട്ടിണിയിരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ ഓർത്തുകൊണ്ട്, ആ രക്ഷിതാവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട്, നമ്മുടെ കൈകളിൽ ആഹാരം ഉണ്ടായിരുന്നിട്ടും, നമ്മുടെ കൈകളിൽ പാനീയങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് എനിക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നിരിക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്തിനാ വേണ്ടാന്ന് വെച്ചത്? എന്റെ റബ്ബിന് വേണ്ടിയിട്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എല്ലാ അമലുകൾക്കും അല്ലാഹു തആല മലക്കുകൾ മുഖേനയാണ് അടിമകൾക്ക് പ്രതിഫലം കൊടുക്കാറുള്ളത്. എന്നാൽ നോമ്പിന് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. നോമ്പിന് അങ്ങനെയല്ല. പിന്നെയോ, നോമ്പിന് അല്ലാഹു തആല നേരിട്ട് പ്രതിഫലം നൽകുകയാണ് ചെയ്യുന്നത്. നേരിട്ട് പ്രതിഫലം നൽകും. അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്ന അമല് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു രഹസ്യബന്ധമാണ്. ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു രഹസ്യബന്ധമാണ് എന്ന് പറഞ്ഞാൽ, ബാഹ്യമായ നിലയിൽ അന്നപാനീയങ്ങൾ, ഭക്ഷണപാനീയങ്ങളും ജീവിതാവശ്യങ്ങളും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അവൻ അനുഷ്ഠിക്കുന്ന ഈ പട്ടിണിയിലൂടെ ആത്മീയമായ നിലയിൽ അവൻ പടുത്തുയർത്തുന്ന ഒരു വലിയ ബന്ധമുണ്ട്, അള്ളാഹുമായുള്ള ബന്ധം. അള്ളാഹുമായുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെള്ളം കുടിക്കണ്ട എന്ന് പകല് തീരുമാനിക്കുന്നത് വെള്ളം ഹറാമായതുകൊണ്ടല്ല. ആഹാരം കഴിക്കണ്ട എന്ന് പകല് തീരുമാനിക്കുന്നത് ആഹാരം ഹറാമായതുകൊണ്ടല്ല. തീർച്ചയായും അതൊക്കെ ഹലാലായിരുന്നു. പക്ഷേ അള്ളാഹു പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ സ്വന്തത്തിന് ഹറാമാക്കി. തൽക്കാലം നമ്മൾ സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നത് മുതൽ മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെയും അതൊന്നും തൊടൂല. നമ്മുടെ കൈപ്പിടിയിലുണ്ട്. ആരും നമ്മളെ ചോദ്യം ചെയ്യാനില്ല. ഒരു പക്ഷേ ആരും അറിയാതെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ഞങ്ങൾ അത് ഉപയോഗിക്കൂല. എന്തുകൊണ്ടാണ്? എന്റെ അള്ളാഹുവിന് വേണ്ടി, എന്റെ അള്ളാഹുവിന് വേണ്ടി. ഈ ഒരു ബന്ധത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആരുമില്ലാതെ ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് നമ്മളുടെ കബറിടങ്ങളിൽ തള്ളപ്പെടുമ്പോൾ, കുഴിമാടങ്ങളിൽ കുഴിച്ചു മൂടപ്പെടുമ്പോൾ, ആ കബറിടത്തിൽ നമ്മളല്ലാത്ത വേറെ എല്ലാവരും നമ്മളെ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ ഈ ബന്ധത്തിന്റെ പ്രയോജനം ഉണ്ടാകും. ഈ ബന്ധത്തിന്റെ പ്രയോജനം ഉണ്ടാകും. ഇന്ന് നമ്മൾ പട്ടിണി ഇരിക്കുമ്പോൾ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദുർഗന്ധത്തിന് അള്ളാഹുവിന്റെ സന്നിധിയിൽ കസ്തൂരിയെക്കാളും സുഗന്ധമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇതിന്റെ ഗുണം നമുക്ക് എവിടെയാ മനസ്സിലാവുക? ഒരു മഹാനായ മനുഷ്യനെ ഭൂമിയിൽ മരണാനന്തരം ഖബറടക്കിയിട്ട് ആളുകൾ പിരിഞ്ഞുപോയി. ഇത് മുഹദ്ദിസായ വലിയ പണ്ഡിതനായ മഹാൻ. ഖബറടക്കി പിരിഞ്ഞുപോയതിനു ശേഷം അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം അടക്കപ്പെട്ട മണ്ണിൽ നിന്നും കസ്തൂരിയുടെ ഗന്ധം വരുന്നു. കസ്തൂരിയുടെ ഗന്ധം അത് നാട്ടുകാരെ ആസ്വദിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് എങ്ങനെ പെരുമാറി എന്ന് ചോദിച്ചു. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് എങ്ങനെ പെരുമാറി? എന്റെ റബ്ബ് എന്നെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എനിക്ക് എന്റെ പാപകർമ്മങ്ങളെ മാപ്പാക്കി തന്നു എന്ന് പറഞ്ഞു. എന്തിന്റെ പേരിലാണ് നിങ്ങളുടെ പാപകർമ്മങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി തന്നത്? അള്ളാഹു എനിക്ക് എന്റെ ഈമാനിന്റെ പേരിലാണ് ആദ്യമായി അംഗീകാരം തന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേൾക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. എന്റെ ഈമാനിന്റെ പേരിലാണ് അള്ളാഹു എന്നെ ആദ്യമായി അംഗീകരിച്ചത്. ഏറ്റവും പ്രധാനം ഈമാൻ തന്നെയാണ് പ്രിയപ്പെട്ടത്. നമ്മുടെ ഈമാൻ അത് സഹിഹാകണം, അത് നന്നാകണം, അള്ളാഹുവിനുള്ള വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നോമ്പ് മാസത്തിൽ പ്രധാനമായി നമുക്ക് ചെയ്യാനുള്ള അമലും അത് തന്നെയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കണം. എന്റെ ഈമാനിന്റെ പേരിൽ അള്ളാഹു എന്നെ അംഗീകരിച്ചു, എന്നെ രക്ഷപ്പെടുത്തി. രണ്ടാമതായി എന്റെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ പേരിലാണ് അള്ളാഹു എനിക്ക് പുറത്തു തന്നത്. തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാ അടിമകളും സുഖനിദ്രയ്ക്കുള്ള വിരിപ്പുകളിൽ കിടന്നുറങ്ങുമ്പോൾ ആരുമില്ലാത്ത ആ ഇരുളും ഒഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്കൊരു അടിമ എഴുന്നേൽക്കുന്നു. ഒരു മൂലയിൽ പോയി മുസല്ല വിരിച്ച് 2, 4, 10, 12, 13 റക്അത്ത് നമസ്കരിക്കുന്നു. നമസ്കാരത്തിൽ അവൻ തന്റെ രക്ഷിതാവുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നു. ആ നമസ്കാരത്തിൽ സുജൂദിൽ അവൻ കിടന്നുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ കരയുന്നു, കണ്ണീരൊലിപ്പിക്കുന്നു. ആരുമായി ഒരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ആരും പെട്ടെന്ന് എത്തി നോക്കാത്ത ആ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നമസ്കരിച്ചതിന്റെ പേരിൽ ഇന്ന് എന്റെ റബ്ബ് എന്നെ പ്രത്യേകമായി സ്നേഹിച്ചു, എന്റെ റബ്ബ് എന്നെ പ്രത്യേകമായി അനുഗ്രഹിച്ചു, എന്റെ റബ്ബ് എന്നെ പ്രത്യേകമായി സ്വീകരിച്ചു. മൂന്നാമതായി, നല്ല ചൂടുള്ള വേനൽക്കാലത്ത് ഞാൻ എടുത്ത നോമ്പിന്റെ പേരിൽ അള്ളാഹു തആല എനിക്ക് അനുഗ്രഹം തന്നു എന്നാണ്. അനുഗ്രഹം തന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മുടെ ഈമാൻ ശരിയാക്കണം. രണ്ടാമതായി, പാതിരാവുകളിൽ ഫർളായ മറ്റ് ഇബാദത്തുകൾക്ക് പുറമെ പാതിരാവുകളിൽ തഹജ്ജുദ് പോലെയുള്ള ഖിയാമുൽ ലൈൽ പോലെയുള്ള നമസ്കാരാദി അമലുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമതായി, ഈ ചൂടുള്ള കാലഘട്ടത്തിൽ എടുക്കുന്ന നോമ്പ് ഇഖ്ലാസോടുകൂടി എടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. പടച്ചവൻ എന്നെ അനുഗ്രഹിച്ചത് ഈ 3 കാര്യങ്ങളുടെ പേരിലാണ്. അപ്പൊ സ്വപ്നം കണ്ട ശിഷ്യൻ ചോദിച്ചു, ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ട്. അങ്ങ് അടക്കം ചെയ്യപ്പെട്ട ഖബറിന്റെ മണ്ണിൽ നിന്നും കസ്തൂരിയുടെ ഗന്ധം വരുന്നല്ലോ, എന്താണ് അതിന്റെ പൊരുള്, അതിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ഞാൻ നോമ്പ് കാലത്ത് പടച്ചവന്റെ കലാമ് അധികമായി പാരായണം ചെയ്തിരുന്നു. ആ പാരായണം ചെയ്ത പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ വരികളിലൂടെ അള്ളാഹു എനിക്ക് തന്ന ഒരു സുഗന്ധമാണ്. രണ്ടാമതായി, നോമ്പ് കാലത്ത് ഞാൻ പട്ടിണിയിരുന്ന് കഷ്ടപ്പെട്ട് വിശപ്പ് സഹിച്ചപ്പോൾ എന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു ഗന്ധം, അത് ഇന്ന്
സുഗന്ധമായി മാറിയതാണ്, മിസ്കായി മാറിയതാണ്, കസ്തൂരിയായി മാറിയതാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറഞ്ഞാൽ, ഈ റമദാനിന്റെ അമലുകൾ എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്കുള്ള നമ്മുടെ പട്ടിണിയോ തൽക്കാലത്തേക്കുള്ള നമ്മുടെ അമലുകളോ അല്ല, മറിച്ച് എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തി ഞാനും നിങ്ങളും അവരവരുടെ ഖബറുകളിൽ ഒറ്റയ്ക്ക് കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷിതാവുമായി കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നമ്മൾ കരയുമ്പോൾ ഓടി വന്ന് അരികിലിരുന്ന് മടിയിലിരുത്തി ആശ്വസിപ്പിച്ചിരുന്ന ഒരു മുഖമുണ്ടായിരുന്നു, ഉമ്മയുടെ മുഖം. ഒരു പക്ഷേ നമ്മൾ വേദനകളിലോ വിഷമങ്ങളിലോ അകപ്പെടുമ്പോൾ അരികിലിരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ചില മുഖങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജ്യേഷ്ഠന്റെ മുഖം, അനുജന്റെ മുഖം, സഹോദരിയുടെ മുഖം, പെങ്ങളുടെ മുഖം. ചിലപ്പോൾ ചില സഹോദരങ്ങൾ പെട്ടുപോകുന്ന വിഷമങ്ങളിലും വേദനകളിലും അരികിലിരുന്ന് അവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ സഹോദരങ്ങൾ ഉണ്ടാകും, സഹോദരിമാരുണ്ടാകും. ആത്യന്തികമായി നമ്മുടെ ഉമ്മമാര് നമ്മളോടൊപ്പം ഉണ്ടാകും, നമ്മുടെ ഉപ്പമാര് നമ്മളോടൊപ്പം ഉണ്ടാകും. എന്നാൽ ഈ മുഖങ്ങളെല്ലാം നമുക്ക് വേർപിരിഞ്ഞു പോകുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ഈ മുഖങ്ങളെല്ലാം നമ്മളെ വിട്ടകലുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. റഹ്മാനായ, കാരുണ്യവാനായ, ജലാലുൽ ഇക്റാമായ അള്ളാഹുവിന്റെ മുഖവും അള്ളാഹുമായുള്ള ബന്ധവും മാത്രം അവശേഷിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ആ ദിവസത്തിലേക്ക് വേണ്ടി നന്മകൾ സംഭരിക്കാനാണ്, നന്മകൾ കരുതി വെക്കാനാണ് ഈ പവിത്രമായ മാസത്തെ നമുക്ക് നൽകിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ പകലിലെ നോമ്പ് ഫറളാണ്. അത് പവിത്രമായ നിലയിൽ നോച്ചു വിട്ടുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിന് യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ ഒന്നും നമ്മളിൽ നിന്ന് വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നോമ്പ് നിർവഹിക്കണം. രാത്രിയിലെ തറാവീഹ് നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, ഖിയാമുൽ ലൈൽ, ഇതൊക്കെ വളരെ പ്രബലമായ പ്രധാനമായ സുന്നത്തായ അമലുകളാണ്. അതിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വളരെ ആവശ്യമുള്ളതാണ്, വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പരമാവധി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇടയിൽ കിട്ടുന്ന സമയത്ത് അധികമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അധികമായി സലാത്തുകൾ പറയണം. നമ്മുടെ പാപകർമ്മങ്ങളെ കുറിച്ച് പടച്ചവനോട് പശ്ചാത്തപിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നമ്മൾ വ്യക്തിപരമായ നിലയിൽ പരലോകം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം അമലുകളൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ അത് മാത്രം പോരാ, നമ്മുടെ കുടുംബജീവിതം നന്നാക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം നന്നാക്കാൻ ശ്രമിക്കണം, നമ്മുടെ കച്ചവടാദി ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിക്കണം, ഇടപാടുകൾ നന്നാക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവരെ നമ്മൾ പരമാവധി സഹായിക്കാൻ ശ്രമിക്കണം, സദഖകൾ വർദ്ധിപ്പിക്കണം, സക്കാത്തുകൾ കൃത്യമായി നിർവഹിക്കണം. ഇങ്ങനെ എല്ലാ നിലയിലും വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും നന്മകൾ വളർത്തുകയും വലുതാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി ഈ മാസത്തെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഥവാ നമ്മൾ ഇതിനെ ആ നിലയിൽ നന്നായി ഉപയോഗപ്പെടുത്തിയാൽ മരണസമയത്ത് നമുക്ക് ഈ റമദാൻ പോലെയുള്ള അമലുകളുടെ പേരിൽ ഒരു ആശ്വാസം കിട്ടും, ഒരു സമാധാനം കിട്ടും. നാളെ മഹ്ശറയിൽ എത്തുമ്പോൾ റമദാനിൽ നമ്മൾ ഓതിയ ഖുർആനും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, ശഫാഅത്ത് ചെയ്യും. അവസാനം ഈ അമലുകളുടെ പേരിൽ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ എന്നേക്കുമായി സ്വർഗത്തിൽ കടത്തും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗഫ്ലത്തിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനുസരണക്കേടിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.